എങ്ങനെ ഇപ്പോ നമുക്കറിയാം ആ വീഡിയോ നമ്മൾ കണ്ടാണല്ലോ വീഡിയോ, നമ്മളെല്ലാവരും കണ്ടല്ലേ ആ വീഡിയോ. ശബരിമലയിലെ വീഡിയോ ആണോ? കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രത്തിലെ വീഡിയോ ആണോ? കേരളത്തിന്റെ പുറത്തൊരു ക്ഷേത്രത്തിൽ അവിടെ വച്ച് ഉണ്ടായ ലാത്തിച്ചാർജ്, അവിടുത്തെ പോലീസ് തല്ലി തലകീറി, ആ തലകീറി രക്തം വാർക്കുന്ന ആ വീഡിയോ ആണ് ശബരിമലയിലെത്തിയ ഭക്തനെ പോലീസ്, കേരള പോലീസ് അടിക്കുന്നു. വീഡിയോ 1. 2, സ്വാമിയെ ശരണമയ്യപ്പ തീർത്ഥാടകർ ശരണം വിളിക്കുകയാണ്. അതിന്റെ സൗണ്ട് മാറ്റിയിട്ട് കേരള CM ഗോ ബാക്ക്, പിണറായി വിജയൻ ഗോ ബാക്ക് എന്നാക്കുന്നു. ആക്കിയിട്ട് അത് പ്രചരിപ്പിക്കുന്ന കേരളത്തിലല്ല, കേരളത്തിൽ കുറച്ചിങ്ങനെ വരുന്നതേ ഉള്ളൂ. അത് പ്രചരിപ്പിക്കുന്നത് തമിഴ്നാട്, അത് പ്രചരിപ്പിക്കുന്നത് ആന്ധ്ര, അത് പ്രചരിപ്പിക്കുന്നത് കർണാടക. നിങ്ങൾക്ക് തന്നെ അറിയാവല്ലോ, ഞാൻ പറയണ്ട, നിങ്ങൾക്ക് തന്നെ അറിയാവല്ലോ ആരൊക്കെയാണ് RSSന്റെയും മറ്റും ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാക്കളുടെ പേജിലാണ് പ്രചരിക്കുന്നത്. അതെന്ത് ശബരിമല തകർക്കാനല്ലേ? ഇങ്ങോട്ട് പിന്നെ തീർത്ഥാടകർ വരുമോ? അത് തകർക്കാനാണ്, അത് തകർക്കാനാണ് എന്ന് അദ്ദേഹം പറയണ്ടേ? അദ്ദേഹം പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിക്കുക. അത് ഇവിടെ നടന്നു, ഇവിടെ ആകെ പ്രശ്നം. നമുക്കറിയാം പ്രശ്നം അവിടെ ഉണ്ട്. എന്താ? നിങ്ങൾക്കെല്ലാം അറിയാം, 18-ാം പടിയിൽ ഒരു ദിവസം കയറുന്ന ആളുകൾക്ക് എണ്ണമുണ്ട്. അതിൽ കൂടുതൽ ആ എണ്ണത്തിൽ താഴെ വന്നപ്പോൾ ഒന്നും പ്രശ്നമില്ലല്ലോ, ഒരു പ്രയാസവും ഇല്ലല്ലോ. നിങ്ങളെല്ലാം അവിടെ ഉള്ളവരാ, പകുതിയിലധികം ആളുകൾ. അത് വരും, അതിൽ കൂടുതൽ വരുമ്പോൾ പ്രയാസമാണ്, അത് പ്രയാസമാണ്. അത് മാത്രമേ അവിടെ ഒരു കാര്യം കൂടി പറയാറുണ്ട്, ഞാൻ വിട്ടുപോയത്. ഒരു മാസം മുമ്പ് എളമരം കരീം 30 നിയോ ലിബറൽ വർഷങ്ങൾ എന്നുള്ള എന്റെ പുസ്തക പരമ്പരയുടെ 1-ാം വാല്യം പ്രകാശനം ചെയ്യുകയുണ്ടായി. നാളെ ഇതിന്റെ 2-ാം വാല്യം നിയോ ലിബറൽ പാളയത്തിലെ ഇന്ത്യ എന്നുള്ളത് 1427 ബൂത്ത് കേന്ദ്രങ്ങളിൽ വെച്ച് അതത് പ്രദേശത്തെ പ്രമുഖര് പ്രകാശനം ചെയ്യുകയാണ്. 5 മണിക്ക് എല്ലാ ബൂത്തുകളിലും ഉണ്ടാവും. ആ പുസ്തകത്തെക്കുറിച്ചുള്ള ലഘു അവതരണങ്ങളും എല്ലാ ബൂത്തിലും നടക്കും. അപ്പൊ അതുകൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. ഇപ്പം അതൊരു ചോദ്യമല്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ തടസ്സമോ മുടക്കോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഗ്ലിച്ചോ എന്ത് തന്നെയാവട്ടെ അവസ്ഥ വന്നതെന്ത്? ഈ 13,300 ചില്ലാനം കോടി രൂപയുടെ 13,000 ചില്ലാനം കോടി രൂപയുടെ 608 കോടി അനുവദിച്ചിരുന്നെങ്കിൽ ഇവിടെ പ്രതിസന്ധി ഉണ്ടോന്ന്? ഇത് ഈ ഇലക്ഷൻ കാലത്ത് സംസ്ഥാനത്ത് ഈ ഭരണസ്തംഭനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമല്ലേ? വല്ല സംശയമുണ്ട്? പിന്നല്ലാതെ ഒരു സംശയമില്ല. ശമ്പള പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്ന് ധനമന്ത്രി എന്നെ പലവട്ടം പറഞ്ഞു. പക്ഷേ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയുണ്ട്. ഒരു സംസ്ഥാനം കിട്ടേണ്ട വായ്പയില് ഏതാണ്ട് 20,000 കോടി രൂപ നിങ്ങൾക്ക് അർഹതയില്ല, ഞങ്ങളുടെ മാനദണ്ഡം മാറ്റി എന്ന് പറഞ്ഞ് തരാതിരിക്കാം. അതിനുശേഷം ഈ മാനദണ്ഡപ്രകാരം തരേണ്ട 13,608 കോടി രൂപ അത് നിഷേധിക്കാം. ഇതിനപ്പുറം വല്ലതും വേണോ സംസ്ഥാനത്ത് ദാമ്പത്യ അതും ഉണ്ടാവുമല്ലോ. എനിക്കറിഞ്ഞൂടാ, അതും ഉണ്ടാവും. അദ്ദേഹം പറയാൻ അദ്ദേഹത്തിന് അറിയാൻ പറ്റില്ല, എനിക്കറിഞ്ഞൂടാ. ഒരു സംശയമില്ല, അദ്ദേഹം പറഞ്ഞെങ്കിൽ അതുകൊണ്ട് ഇത് അടുത്ത സാമ്പത്തിക വർഷത്തെ അല്ല, ഈ വർഷം തരേണ്ട തുകയെക്കുറിച്ചാ വർത്താനം പറയുന്നത്. അടുത്ത വർഷത്തെ മുൻകൂട്ടി ഈ വർഷം എടുക്കുന്നതല്ല. വേണം തിരിച്ച് ഞാൻ പറയാം. വൈദ്യുതി ബോർഡിലെ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിന് മുഴുവൻ മാനദണ്ഡവും പാലിച്ചു. അതിന് കേന്ദ്ര സർക്കാർ 4,800 ചില്ലാനം കോടി രൂപ അത് തരാനുണ്ട് വായ്പ. 2, GDPയുടെ 3% വെച്ചല്ലേ നമ്മൾ വായ്പ എടുക്കുന്നത്. ആ 3% GDP ടെൻഡറ്റീവായിട്ട് എടുക്കുന്നതാണ് ആ വർഷത്തെ അപ്പോൾ ഉള്ള കണക്ക് വെച്ച്. പക്ഷെ അതിൽ മാറ്റം വരും. ആ മാറ്റങ്ങൾ കണക്കെടുക്കുമ്പോൾ അതിൽ കിട്ടണം 2,000 ചില്ലാനം കോടി രൂപ.
മൂന്നാമത്തെ ഒരിനം നമ്മുടെ കട്ട് ചെയ്തല്ലോ കിഫ്ബി എന്നും പറഞ്ഞ്. ആ കിഫ്ബിയുടെ തിരിച്ചടവുണ്ട്, അത് കുറക്കണ്ടേ? കിഫ്ബി വായ്പ എടുത്തു എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുമ്പോ കിഫ്ബിക്ക് തിരിച്ചടവായി കിട്ടിയ വായ്പ അത് കുറക്കണ്ടേ? അത് കുറച്ചിട്ടില്ല. എലമെന്ററി കാര്യങ്ങളാണെന്ന് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കേന്ദ്ര സർക്കാരിലെ കേമൻ ഉദ്യോഗസ്ഥന്മാര്. അവസാനം എത്തിയത് നമ്മുടെ പബ്ലിക് അക്കൗണ്ട്, അതിനുണ്ടാവുന്ന വർധന വായ്പയായിട്ട് പരിഗണിക്കും. അതേ, നമ്മൾ ഈ വർഷം എടുക്കുന്നതിന്റെ ഇരട്ടി തുകയാണ് കുറച്ചിരിക്കുന്നത്. എടുത്തിട്ടില്ല. ന്യായം പറഞ്ഞ എന്താ? അത് നിങ്ങൾ പണ്ടത്തെ പോലെ എടുത്തു കാണുമെന്ന് കരുതി. ഇങ്ങനെയൊക്കെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. അത് സത്യം പറഞ്ഞാലുണ്ടല്ല, തെമ്മാടിത്തം. ഈ തെമ്മാടിത്തത്തിന് കൂട്ടുനിൽക്കുകയാണ് കേരളത്തിലെ UDF. അതും അദ്ദേഹം ഈ ശൂന്യതയിൽ നിന്ന് അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. കേന്ദ്രീയ വിദ്യാലയത്തിനൊന്നും അദ്ദേഹത്തിന്റെ സംഭാവനയൊന്നും അവിടെ ഇല്ല. 2019 അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി സുനിൽകുമാറാണ് 8 ഏക്കർ സ്ഥലം ആ കേന്ദ്രീയ വിദ്യാലയത്തിന് വേണ്ടി അനുവദിക്കുന്നത് 2019. അതിനുശേഷം ഇപ്പോ ആ കോളേജിന്റെ പ്രിൻസിപ്പൽ അവിടെ നിന്നൊരു അപേക്ഷ അവർക്ക് റോഡ് വേണമെന്നും പറഞ്ഞ് കൊടുത്തിട്ടില്ല. കൊടുത്താൽ ഏറ്റവും വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് റോഡ് കൊടുക്കാനാണ് കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് ആ റോഡിന്റെ ആവശ്യം അവർക്കില്ല. നിങ്ങൾ പിന്നെ അന്വേഷിക്കുക, അതെന്തിനു വേണ്ടിയാണ് ആ വിവാദം എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കുക.